കലോത്സവ വേദിയിൽ നിന്നും വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. തിരുവനന്തപുരത്തിന്റെ സഹൃദയർ എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷ സംഘാടകർക്കുണ്ട്. എന്തായാലും നല്ല വെയിലാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നല്ല ചൂടാണ്. പക്ഷേ സ്റ്റേഡിയം നമ്മുടെ പന്തലെന്ന് പറയുന്നത് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച പന്തലാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഒരു തുടക്കമായിരുന്നു. അതിജീവനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 63ാമത് കേരള സ്കൂൾ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് പ്രധാന വേദികളിൽ മോഹിനിയാട്ട മത്സരമാണ് നടക്കുന്നത്. മോഹിനിയാട്ട മത്സരം കൂടാതെ മറ്റു വേദികളിൽ മാർഗംകളിയും ഒപ്പനയും ലളിത സംഗീതം ഉൾപ്പെടെയുള്ള ജനപ്രിയ കലകളൊക്കെ മാറ്റിവെക്കുന്നുണ്ട്. എന്തായാലും പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു കലാമേള കൂടി, കലോത്സവം കൂടിയാണ്. ഏതാണ്ട് 15,000-ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 25 വേദികളിലായി 249 ഇനങ്ങളോടുകൂടി തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആവേശവും, അനന്തപുരിയുടെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കാട്ടിലുപരി അപ്പീലുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ള ഒരു പ്രത്യേകതയും കൃത്യമായ സമയക്രമം പാലിക്കുമെന്നൊക്കെയുള്ള DPയുടെ വാക്കുകളൊക്കെ നമുക്ക് ശ്രദ്ധയിലുണ്ട്, നമ്മളോട് പറയുകയുണ്ടായി. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഈ പറഞ്ഞ പോലെ ഈ ആകർഷകമാക്കാനുള്ള ഇനിയും തുടങ്ങിക്കഴിഞ്ഞു എങ്കിൽ പോലും അതിനെ മനോഹരമാക്കി മാറ്റാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് സംഘാടകർ. കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പവലിയനിലൊക്കെ നല്ല തിരക്കുണ്ട്. മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ അവരവരുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രകടനം കാണാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഒക്കെ എത്തുന്നുണ്ട്. എന്തായാലും ഈ ഒന്നാം വേദി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മൺമറഞ്ഞ MDയുടെ പേരിൽ അറിയപ്പെടുന്ന MD നിലയിൽ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷവും ഈ മോഹിനിയാട്ട മത്സരം തുടരുകയാണ്.